ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ദില്ലിയിൽ ഇപ്പോൾ നടക്കുന്നത് സമരമല്ല, അക്ഷരാർത്ഥത്തിൽ രാജ്യവിരുദ്ധ പ്രക്ഷോഭമാണ്. കാരണം പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ ഇവിടെ സമരമുണ്ടാക്കി, ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചു. പിന്നെ നോട്ട് നിരോധനം വന്നപ്പോൾ ഇവിടെ വിപ്ലവം ഉണ്ടാക്കി, ഡിജിറ്റലൈസേഷനിലേക്ക് മാറിയപ്പോൾ വിപ്ലവം ഉണ്ടാക്കി. അങ്ങനെ പല പല കാര്യങ്ങളിലും ഇവർ ദേശത്തിന് എന്തെങ്കിലും, ഈ രാജ്യത്തിന് എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റെപ്പ് ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഇവന്മാർ പ്രക്ഷോഭം ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഉദാഹരണം നീറ്റുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ജസ്റ്റ് ഈ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് ഇടപെട്ട് അതിൽ ഏർപ്പെട്ടിട്ടുള്ള സകല എണ്ണത്തിനെയും കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യമായിട്ട് ഇടപെട്ട് നീറ്റ് അത് കൃത്യമായി നടത്തുകയും അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തു. അതിൽ എൻ്റെ സുഹൃത്തിൻ്റെ മകൾ ഉൾപ്പെടെ പരീക്ഷ എഴുതിയതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സമരമെന്ന് 100% തോന്നുന്നില്ല. ഇത് കൃത്യമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. കാരണം പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അവിടെ പ്രവർത്തനം നടക്കുന്നത്. പിന്നെ കേരളത്തിൽ നിന്നൊക്കെ കുറേ ടീമുകൾ പോയിട്ടുണ്ട് അവിടെ. അതായത് ഈ എക്സ്പയർ ആയിട്ടുള്ള ആങ്കർമാർ, എക്സ്പയർ ആയിട്ടുള്ള പാട്ടുകാർ, പിന്നെ കഞ്ചാവ് അടിച്ച് അങ്ങനെ കറങ്ങി നടക്കുന്ന കുറേ ടീമുകൾ ഈ ദില്ലിയിലെത്തിയിട്ട് അവിടെ ആൾക്കാരെ ക്ഷണിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇതിന് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് അറിയാവുന്ന, സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നടനായിരുന്നു ഇതിൻ്റെ മെയിൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി ഇപ്പം വലിയ പോക്കുന്നില്ല, കാരണം പുള്ളിക്ക് കാര്യം പിടി കിട്ടി. അതിനുശേഷം പുള്ളി ഇപ്പം ഈ പരിപാടിക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണോ എന്തോ ഈ ഡീപ്പ് സ്റ്റേറ്റിന് എക്സ്പയർ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരെ വെച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി നടന്നത്. ഇവരാരും എങ്ങല്ല, ഇവരെല്ലാം 10-40 വയസ്സിന് മുകളിലോട്ടുള്ള ടീമുകളാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പ്രക്ഷോഭം, യുവാക്കളുടെ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് നടന്ന കൃത്യമായ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഈ പരിപ്പ് ഇവിടെ ഇട്ട് വേവിക്കരുതേ. അതുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ എഴുതാതെ ആത്മഹത്യ ചെയ്ത കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ സ്മരണാഞ്ജലി അർപ്പിക്കാൻ ഇപ്പം നിവൃത്തിയുള്ളൂ. ഒരു പരീക്ഷ എഴുതിയാലും നെക്സ്റ്റ് നമ്മളത് ട്രൈ ചെയ്യുക. ഇതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും പല പരസ്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന് കാണാറുണ്ട്. നിങ്ങൾ ഈ MBBS ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആവുന്നതിനെക്കാട്ടി ശമ്പളം ഇവിടെ ട്രക്ക് ഓടിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള ട്രെയിനിങ് വഴി ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ നൽകും എന്നാണ് പരസ്യവാചകം അവിടെ നിൽക്കട്ടെ, അത് എന്തോ ആയിക്കോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കേരളത്തിൽ 2 മാസമായി ഒരു കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. SIT, അതായത് സ്റ്റേറ്റിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഒരു കേസാണ്. അത് എറണാകുളത്തിലെ 2-3 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെതിരെയാണ് അന്വേഷണം. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഡോക്ടർമാരുൾപ്പെടെ ഈ അന്വേഷണ പരിധിയിലാണ്. ആ കേസ് എന്തായെന്ന് പോലും അറിയത്തില്ല. ആ കേസിന് ആസ്പദമായ സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവും. നമ്മൾ കേരളം മുഴുവൻ ഞെട്ടേണ്ട ഒരു വാർത്തയാണ്. പക്ഷേ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ അതുപോലെ തന്നെ ന്യൂസ് ചാനലൊക്കെ മുഖ്യൊരു വാർത്തയാണ്, പ്രമുഖ വാർത്തയാണ് കേട്ടോ. ഇത് വേറൊന്നുമല്ല, അവയവ കച്ചവടം. ഈ അവയവ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലായാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നുണ്ട്. അത് ഹിന്ദു, മുസ്ലിം, സിഖ്, ഏത് മതത്തിലോ ജാതിയിലോ പെട്ടവനായിക്കോട്ടെ, ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനെ കണ്ടെത്തിയിട്ട് അവൻ്റെ കരളോ വൃക്കയോ അവൻ്റെ ഏത് അവയവമാണെങ്കിലും അവൻ്റെ അനുവാദത്തോടു കൂടി ഇവർ വാങ്ങിച്ചെടുക്കുക. എന്നിട്ട് ഈ സാമ്പത്തികം ഇല്ലാത്തവന് 5-10 ലക്ഷം രൂപ പിച്ച കാശായിട്ട് കൊടുക്കും. ഇവിടെ നമ്മുടെ നിയമം പറയുന്നുണ്ട്, ഈ ദാതാവും അത് സ്വീകർത്താവൊക്കെ റിലേറ്റീവ് ആയിരിക്കണം. അത് ബന്ധുക്കാരോ സ്വന്തക്കാരോ ഒക്കെ ആകണമെന്നൊക്കെ ഒരു നിയമം ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു. ആക്ച്വലി ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവൻ്റെ അവയവം വാങ്ങിച്ചെടുത്തിട്ട് അവൻ 5-10 ലക്ഷം കൊടുത്തിട്ട് ദാതാവായിട്ട് വാങ്ങിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് 50-60 1 കോടി രൂപ ഇവന്മാർ കമ്മീഷൻ മേടിക്കും. ഇടനിലക്കാരും ഈ ഡോക്ടറും ഈ ഹോസ്പിറ്റലും. ഈ ഇടനിലയിൽ നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഇടനിലക്കാരനാണോ അതോ ഈ ഹോസ്പിറ്റലാണോ? അല്ല, ഈ ഡോക്ടറാണ്. ഈ ഒരു രോഗിക്ക് ഇന്ന അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് മസ്റ്റായിട്ട് എഴുതി കൊടുക്കുന്ന ഡോക്ടർമാർ. അപ്പോൾ അവന്മാർ കമ്മീഷനൊന്നുമില്ലേ? ഡോക്ടർമാരല്ല ഇതിൻ്റെ മെയിൻ പ്രതികളായിട്ട് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഡോക്ടർമാരും ഹോസ്പിറ്റലും വൻകിട മുതലാളിമാരെല്ലാം ഈ കേസിൻ്റെ പരിധിയിൽ വന്ന സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ ഫുൾ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അങ്ങോട്ട് അന്വേഷണമേ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് തോന്നുന്നത്. ഈ അന്വേഷണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത് അറിയേണ്ടതാണ്. ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, തുടരന്വേഷണമാണ്, അങ്ങനെയാണ്, ചവറാണെന്നൊക്കെയാണ് നമ്മൾ ഈ വിവരാവകാശം വെച്ച് പറയുന്നത്. അപ്പോൾ അന്വേഷിക്കട്ടെ. അപ്പം ഈ ദില്ലിയിൽ പോയിട്ട് ഭാവിയിലെ ഡോക്ടർമാരെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞ് സമരം ചെയ്യുന്ന ടീമുകളൊക്കെ ഒന്ന് എറണാകുളം വരെ, കൊച്ചി വരെയൊക്കെ പോയിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഏതൊക്കെ സാമ്പത്തികമായി പിന്നോക്കം നിന്ന ആൾക്കാരുടെ അവയവമാണ് ഇവന്മാരെല്ലാം തട്ടിയെടുത്ത് കമ്മീഷൻ അടിച്ചതെന്ന് അറിയണം. അപ്പോൾ അതൊന്നും അറിയണ്ട. എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത്
ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന റോഡ്, നമ്മൾ സഞ്ചരിക്കുന്ന മെട്രോ, നമ്മൾ സഞ്ചരിക്കുന്ന ഈ റെയിൽവേ, ഇതൊക്കെ അങ്ങ് നല്ല വികസനത്തിൻ്റെ പാതയിലാണ് നമ്മളിപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10-40 വയസ്സുള്ള ഏതൊരു ചെറുപ്പക്കാരനോടും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയോടും, 10-40 വയസ്സെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനൊക്കെ തന്നെ, അപ്പോൾ അവരോടൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾ അവർ 10-40 വർഷം അനുഭവിക്കാത്ത കുറേ കാര്യങ്ങൾ അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച എത്രയോ രാജ്യങ്ങൾ ഇന്ത്യക്ക് മുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയി. 10-14 വർഷമായ മോദിയോട് ചോദിക്കുകയാണ് എന്താ ഇവിടുത്തെ അവസ്ഥയെന്ന്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം കഴിഞ്ഞു? ഇപ്പോഴും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ പിന്നോട്ടാണെങ്കിൽ അതിന് ഉത്തരവാദി നരേന്ദ്രമോദിയാണെന്ന് പറയുന്നവൻ്റെ അണ്ണാക്കിൽ കോലിട്ട് കുത്താനേ പറ്റത്തുള്ളൂ. 10-40 വയസ്സായിട്ടുള്ള ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത് 10-25 വയസ്സിൽ കിട്ടേണ്ട സൗകര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം അനുഭവിക്കാൻ പോകുന്നത്. പൂർണ്ണമായിട്ട് നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിട്ടില്ല. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് അനുഭവിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണ്. ആ വികസനം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഈ രാജ്യത്തിനുള്ളിലുള്ള മൈൻഡുള്ള സെറ്റ്, ഞാൻ പുറത്തെ രാജ്യത്തെപ്പറ്റി കുറ്റം പറയുന്നത്, കാരണം പുറത്തെ രാജ്യങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കും. ഒരു രാജ്യം മറ്റു രാജ്യം വികസനത്തിന് മുന്നേറ്റം ആയിപ്പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളോട് പകയുണ്ടാവും. പക്ഷേ സ്വന്തം രാജ്യം വികസിക്കുക, അത് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ആ വികസിത രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നില തകർക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, അതൊക്കെ അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരോട് പറയുകയാണ്, നീയൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ രാജ്യത്തിന് എതിരായിട്ട് നിന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അതിന് ഓപ്പോസിറ്റായിട്ട് ഞങ്ങളും വന്നുകൊണ്ടേയിരിക്കും, ഞങ്ങളുടെ തലമുറയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കളി അങ്ങോട്ട് തുടങ്ങും, കളി നിങ്ങൾ തുടങ്ങും, കളി ഞങ്ങൾ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, നമസ്തേ.